12,000 രൂപക്ക് മലേഷ്യ, 15,000 രൂപക്ക് മലേഷ്യ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പാക്കേജ് റീലുകൾക്ക് പിന്നുള്ള സത്യമെന്ത് പറഞ്ഞു തരാം. ആദ്യമായി ഇത് ഒരാൾക്ക് ഒറ്റക്ക് പോകാനുള്ള ചാർജ് അല്ല, മറിച്ച് 8 പേരടങ്ങുന്ന ഒരു ടീം ആവുമ്പോൾ ഉള്ള ചാർജാണ്. അതായത് 2 പേര് മാത്രമാണ് പോകുന്നതെങ്കിൽ ഈ ചാർജിൽ പിന്നെയും കൂടും. 12 എന്നുള്ളത് 17 18 ആവും. പിന്നെ ഇതിൽ ഫ്ലൈറ്റ് ഇൻക്ലൂഡഡ് അല്ല. കൊച്ചിയിൽ നിന്ന് മലേഷ്യയിലേക്കുള്ള ഒരു റൗണ്ട് ട്രിപ്പിന് തന്നെ ചുരുങ്ങിയത് ഒരു 11,000 രൂപയാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇവർ നൽകുന്നത്. അപ്പോൾ ലഞ്ചിന്റെയും ഡിന്നറിന്റെയും പൈസ നമ്മൾ എക്സ്ട്രാ കരുതണം. പിന്നെ ഇൻഫിനിറ്റി പൂളോട് കൂടിയ സ്റ്റേ എന്ന് പരസ്യങ്ങളിൽ കാണാം. ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ വെറും 1,200 രൂപ കൊടുത്താൽ നമുക്ക് ഇതുപോലുള്ള റൂം മലേഷ്യയിൽ ഉടനീളം കിട്ടുമെന്നുള്ളതാണ്. അതും പാക്കേജ് വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വെറും കൗലാലംപൂർ എന്ന ഒരു സിറ്റി മാത്രമാണ് കണ്ടുവരിക, വേറൊരു സ്ഥലത്തും പോകുന്നില്ല. ഇനി നിങ്ങൾ പാക്കേജ് ഒന്നും എടുക്കാണ്ട് സ്വന്തമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതേ പൈസക്ക് നിങ്ങൾക്ക് കോലാലംപൂറിനോട് കൂടെ മലാക്കിയും പെനാങ്ങും എല്ലാം കണ്ടുവരാം. രാജ്യത്തുടനീളം പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. ഗ്രാബ് ആപ്പ് വഴി നിങ്ങൾക്ക് ഈസിയായി ടാക്സി ബുക്ക് ചെയ്യാവുന്നതുമാണ്. പിന്നെ ഇവിടുത്തെ സിറ്റികൾ നൈറ്റ് ലൈഫിന് വേണ്ടി ഉള്ളതായത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും ഡിന്നറിനാണ് പ്രാധാന്യം. അതെ, സ്ത്രീകൾക്കും പാക്കേജ് എടുക്കാതെ തന്നെ വളരെ സിമ്പിളായി പോയി വരാം. ഞാൻ ഏതെങ്കിലും പാക്കേജിനെ കുറ്റം പറയുകയല്ല, മറിച്ച് അവരുടെ ആഡ് കണ്ടു പോകുമ്പോൾ നിങ്ങൾ ഫുൾ ബഡ്ജറ്റ് എത്രയാവും എന്ന് വെച്ചാൽ ഞാൻ പോയി വരുമ്പോൾ എന്റെ ചെലവ് ഏകദേശം എത്രയാവും എന്ന് വിളിച്ച് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, എന്തൊക്കെ എക്സ്ട്രാ കരുതണമെന്ന് എന്നുള്ള മുഴുവൻ കാര്യങ്ങളിൽ മുൻകൂട്ടി ധാരണ ഉണ്ടാവണം. നിങ്ങൾ പാക്കേജ് ഒന്നും എടുക്കാണ്ട് സ്വന്തമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഐറ്റിനറി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ വെറും സെൽഫ് എന്ന് കമന്റ് ചെയ്താൽ മതി.